GST 2 സ്ലാബിലേക്ക് ചുരുങ്ങിയതോടെ ടെക്സ്റ്റൈൽ വിപണിയിൽ വിൽപ്പന കൂടുമെന്നും സാധാരണക്കാർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതെന്നും വിലയിരുത്തൽ. GST 2 സ്ലാബിലേക്ക് ചുരുക്കിയതോടെ 400ഓളം സാധനങ്ങൾക്കാണ് വില കുറയുക. ഇതിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ടെക്സ്റ്റൈൽ വിപണി. വസ്ത്രങ്ങൾക്ക് വൻതോതിൽ വില കുറയുകയും ഉൽപ്പന്നങ്ങൾ കൂടുതലായി വിറ്റഴിക്കപ്പെടാൻ പുതിയ നികുതി പരിഷ്കരണം വഴിവെക്കുകയും ചെയ്യും. റോ മെറ്റീരിയൽ കോസ്റ്റ് കുറയുന്നതുകൊണ്ട് തന്നെ ഇത് ടെക്സ്റ്റൈൽ മേഖലയിൽ വളരെ നല്ല വിധത്തിൽ ഇതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗാർമെൻറ്റ് ഐറ്റംസിനും ഇത് കോസ്റ്റ് കുറയ്ക്കുന്നുണ്ട്. എല്ലാം 5% വരുമ്പോൾ മുമ്പുണ്ടായിരുന്നതിനേക്കാളും വളരെ നന്നായിട്ട് തന്നെ റേറ്റ് കുറയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് ടെക്സ്റ്റൈൽ മേഖലയിൽ പൊതുവെ ഒരു വിലക്കുറവ് അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അസംസ്കൃത വസ്തുക്കൾക്ക് വില കുറയുന്നതിലൂടെ ഉൽപ്പാദകർക്കും നേട്ടമുണ്ട്. ഉൽപ്പന്നങ്ങൾ വൻതോതിൽ വിപണിയിലെത്തും. വസ്ത്രങ്ങൾക്ക് വില കുറയുന്നത് സാധാരണക്കാർക്ക് ഏറെ ആശ്വാസമാകും. മെയിനായിട്ട് ഒരു മാനുഫാക്ചറർ എന്ന നിലയ്ക്ക് ഈ ടെക്സ്റ്റൈലിലെ GST കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് ഞങ്ങളുടെ പ്രോഡക്റ്റുകൾക്ക് ഞങ്ങൾ വാങ്ങുന്നതായാലും നമ്മൾ വിൽക്കുന്നതായാലും ഏതാണ്ട് 5 മുതൽ 18% വരെ GST സ്ലാബിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതെല്ലാം ഏകീകരിച്ച് 5% എത്തുകയാണ്. 5% എത്തുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ആസ് എ മാനുഫാക്ചറർ നമുക്ക് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് കിട്ടുന്നില്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക്, കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ ഒരു കടയിൽ പോയി ഒരു വസ്ത്രം വാങ്ങുന്ന അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ യു വിൽ ഗെറ്റ് ദി മാക്സിമം ബെനിഫിറ്റ്. അതായത് നിങ്ങൾക്ക് ആ ടാക്സിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഞങ്ങളെ സംബന്ധിച്ച് ഈ ടാക്സ് എത്ര ടാക്സ് വാട്ട് എവർ വി ആർ കളക്ടിങ് ആൻഡ് വി ആർ പേയിങ്, ഇതൊരു കളക്ഷൻ ആൻഡ് പേയ്മെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ നമ്മൾക്ക് ആ രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല എങ്കിൽ പോലും ഞങ്ങളുടെ ക്യാഷ് ഫ്ലോയിൽ അത് കുറച്ച് അഡ്വാൻറ്റേജസ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി കസ്റ്റമറിന് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുമ്പോൾ ദാറ്റ് ഇൻ ടേൺ നമ്മുടെ പ്രോഡക്റ്റുകൾ അധികം മാർക്കറ്റിൽ സെല്ലാകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഉദാഹരണത്തിന് ഒരാൾ 100 രൂപ മുടക്കിയാൽ സ്ഥാനത്ത് 90 രൂപ മുടക്കുകയാണെങ്കിൽ അയാളുടെ ആ ഒരു പർച്ചേസിങ് കപ്പാസിറ്റി കൂടുകയും അയാൾ കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ രീതിയിൽ സാധനങ്ങളുടെ വിലക്കുറവ് ഉണ്ടാകാം. പക്ഷേ ആസ് എ മാനുഫാക്ചറർ എന്ന നിലയ്ക്ക് നമ്മൾക്ക് വലിയ ബെനിഫിറ്റ്സ് ഇതിനകത്ത് ഉള്ളതായി കാണുന്നില്ല. ടെക്സ്റ്റൈൽ മേഖലയെ സംബന്ധിച്ച് പുതിയ GST പരിഷ്കരണത്തിൽ ഉപഭോക്താക്കൾക്കൊപ്പം മാനുഫാക്ചേഴ്സിനും അനുകൂല നിലപാടാണുള്ളത്. വിപണിയിൽ കൂടുതലായി ഉൽപ്പന്നങ്ങൾ എത്തിക്കാനാകുമെന്നും ഇവ കൂടുതലും വിറ്റഴിക്കപ്പെടുമെന്നും തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ.